നമസ്കാരം. ലയൺസ് റോർ ഇതായിരുന്നു അമേരിക്കയും ഇസ്രായേലും ഇറാൻ നേർക്ക് ഇന്ന് നടത്തിയ ആക്രമണത്തിന് അവർ പേരിട്ടിരുന്നത്. നേരത്തെ മറ്റൊരു പേരാണ് അവിടെ സൈന്യം നിർദ്ദേശിച്ചിരുന്നത് എങ്കിലും പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു തന്നെയാണ് ഈ ഒരു പേര് മാറ്റം നിർദ്ദേശിച്ചത്. മലയാളത്തിൽ പറഞ്ഞാൽ സിംഹഗർജനം എന്നാണ് ഇതിന് പേരിട്ടിരുന്നത്. നേരത്തെ കഴിഞ്ഞ വർഷം ജൂണിൽ നടത്തിയ ആക്രമണത്തിന് അന്ന് ഇസ്രായേൽ നൽകിയിരുന്ന പേര് റൈസിംഗ് ലയൺ എന്നുള്ളതായിരുന്നു. ഏതായാലും സിംഹഗർജനമായി തന്നെയാണ് ഇപ്പോൾ ടെഹ്റാനിൽ ഇത്തരത്തിലുള്ള വലിയൊരു ആക്രമണം നടത്തിയത് എന്നുള്ള കാര്യം ഉറപ്പായിട്ടുണ്ട്. അമേരിക്കയും ഇസ്രായേലും സംയുക്തമായിട്ട് തന്നെയാണ് ആക്രമണം നടത്തിയതെന്ന് ഇപ്പോൾ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും സ്ഥിരീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു കാര്യം വ്യക്തമായിരിക്കുന്നു, അമേരിക്കയും ഇസ്രായേലും ഒരുമിച്ച് തന്നെയാണ് ഇറാനെ ആക്രമിക്കുന്നത്. കടലിൽ നിന്നും ആകാശത്തു നിന്നുമായിരുന്നു തങ്ങൾ ആക്രമണം നടത്തിയത് എന്നാണ് ഇപ്പോൾ അമേരിക്കൻ സൈനിക വൃത്തങ്ങൾ വെളിപ്പെടുത്തിയിട്ടുള്ളത്. അതായത് യുദ്ധവിമാനങ്ങളും അതുപോലെ മിസൈലുകളും ഒപ്പം പടക്കപ്പലുകളിൽ നിന്നുള്ള മറ്റ് സംവിധാനങ്ങൾ ഉപയോഗിച്ച് തന്നെയാണ് ഇറാന് നേർക്ക് ഈ ആക്രമണം നടന്നതെന്നാണ് പറയപ്പെടുന്നത്. ഇപ്പോൾ അന്താരാഷ്ട്ര തലത്തിൽ തന്നെ വരുന്നൊരു ചോദ്യം, സാധാരണഗതിയിൽ ഇത്തരം ആക്രമണങ്ങൾ രാത്രികാലങ്ങളിലാണ് നടത്താറുള്ളത്. എന്തുകൊണ്ടാണ് ഇസ്രായേലും അമേരിക്കയും പട്ടാപ്പകൽ ഇത്തരത്തിലുള്ള ആക്രമണം നടത്തിയത് എന്ന്? ശരിക്കും ഇറാനെ അമ്പരപ്പിക്കുന്നതിന് വേണ്ടി തന്നെയാണ് ഇത്തരത്തിലുള്ള ആക്രമണം നടത്തിയത് എന്നാണ് ഇപ്പോൾ പേര് വെളിപ്പെടുത്താത്ത ഇസ്രായേലിൻ്റെ സൈനിക വൃത്തങ്ങൾ വെളിപ്പെടുത്തിയിട്ടുള്ളത്. ഇറാൻ ഒരിക്കലും ഈ പകൽ സമയത്ത് ആക്രമണം നടക്കുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ച് കാണുകയില്ല എന്നും അവരെ ഞെട്ടിപ്പിച്ചുകൊണ്ട് അവർക്ക് പെട്ടെന്നൊന്നും തന്നെ തിരിച്ചു ചെയ്യാൻ കഴിയാത്ത രീതിയിൽ അതിശക്തമായ തോതിലുള്ള ഒരു ആക്രമണം തന്നെയാണ് ഈ പകൽ സമയത്ത് നടത്തിയതിലൂടെ തങ്ങൾ ലക്ഷ്യമിടുന്നതെന്നാണ് അവർ പറയുന്നത്. മാത്രമല്ല, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്ന്, ഇറാനിലെ പ്രതിപക്ഷ പാർട്ടികളൊക്കെ തന്നെ ഈ ആക്രമണത്തെ സ്വാഗതം ചെയ്തിട്ടുണ്ടെന്നാണ് പറയപ്പെടുന്നത്. അവർ പറയുന്നത് ഇറാന് നഷ്ടപ്പെട്ട പ്രതാപം തിരിച്ചെടുക്കാനായി, അവർ പറയുന്നത് ഇറാന് നഷ്ടപ്പെട്ട പ്രതാപം തിരിച്ചു കിട്ടാനായി ഈ മതഭരണകൂടത്തെ ഇവിടെ നിന്ന് എത്രയും വേഗം പുറത്താക്കണമെന്നാണ്. അമേരിക്കയും ഇസ്രായേലും ചേർന്ന് നടത്തുന്ന ഈ ആക്രമണത്തിൽ മതഭരണകൂടം തീർത്തും ഇല്ലാതാക്കപ്പെടും എന്ന് തന്നെയാണ് അവർ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നത്. ഏതായാലും സംഭവത്തെ തുടർന്ന് എല്ലാ രാജ്യങ്ങളിലും ഇപ്പോൾ വളരെ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഖത്തറിലെ അമേരിക്കൻ എംബസി അവരുടെ ജീവനക്കാരോട് സുരക്ഷിതമായി മാറിയിരിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഇറാഖിലും ഇപ്പോൾ വലിയ തോതിലുള്ള മുൻകരുതലാണ് എടുക്കുന്നത്. ഇറാഖിലും വലിയ തോതിലുള്ള മുൻകരുതലാണ് ഇപ്പോൾ അവിടെ ജനം സ്വീകരിക്കുന്നത്. ഇറാഖിൻ്റെ മുകളിലൂടെയാണ് ഈ മിസൈലുകൾ ഇറാനിലേക്ക് എത്തിയത് എന്നാണ് ഇത് സംബന്ധിച്ച പല ദൃശ്യങ്ങളും സൂചിപ്പിക്കുന്നത്. ഏതായാലും വരുന്ന ദിവസങ്ങളിലൊക്കെ തന്നെ ശക്തമായ പോരാട്ടം തന്നെയായിരിക്കും അമേരിക്കയും ഇസ്രായേലും ചേർന്ന് ഇറാന് നേർക്ക് നടത്തുന്നതെന്ന് ഉറപ്പായി. പക്ഷേ ഇറാൻ ഇനി എങ്ങനെ തിരിച്ചടിക്കും എന്നുള്ളതാണ് ഇവിടെ പ്രസക്തമായ ചോദ്യം. ഇറാന് തിരിച്ചടിക്കാനുള്ള കഴിവുണ്ടോ, അതോ ഇറാൻ്റെ ശക്തി കേന്ദ്രങ്ങളെ തന്നെയാണോ അമേരിക്കയും ഇസ്രായേലും ചേർന്ന് സംയുക്തമായി ആക്രമിച്ച് തകർത്തില്ലാതാക്കിയത് എന്നുള്ളൊരു ചോദ്യം അവിടെ ഉയരുന്നുണ്ട്. ഏതായാലും ആയത്തുള്ള അലി ഖമേനി എന്ന അവിടുത്തെ ഏറ്റവും വലിയ മത നേതാവ് ഒളിവിൽ തന്നെയാണെന്നാണ് പറയപ്പെടുന്നത്. ഇയാൾ വളരെ നാളുകൾക്ക് മുമ്പ് തന്നെ സുരക്ഷിത സ്ഥാനം തേടി രക്ഷപ്പെട്ടു എന്ന് പറയപ്പെടുന്നുണ്ട്. ഇയാളുടെ കുടുംബാംഗങ്ങളും ഒപ്പം ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. ഏതാണ്ട് 20ഓളം പേരടങ്ങുന്ന അയാളുടെ കുടുംബം, ഖമേനിയുടെ മക്കളും പേരക്കുട്ടികളും ഉൾപ്പെടുന്ന വലിയൊരു സംഘം തന്നെ ഏതോ ഒരു രഹസ്യകേന്ദ്രത്തിലുണ്ട് എന്നും അവസരം കിട്ടിയാൽ ഇവർ റഷ്യയിലേക്ക് രക്ഷപ്പെട്ടു പോകുമെന്നൊക്കെയുള്ള വാർത്തകൾ നേരത്തെയും പുറത്തു വന്നിരുന്നു. ഏതായാലും ഖമേനിയും സംഘവും ഇറാൻ വിട്ടുപോയിട്ടില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. കാരണം വളരെ കൃത്യമായി മൊസാദ് ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കിയ ഒരു പദ്ധതിയാണ് ഇതെന്നുള്ളത് കൊണ്ട് തന്നെ ഒരിക്കലും ഖമേനിക്ക് ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ കഴിയുകയില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. ഖമേനി പിടികൂടുക എന്നുള്ളത് തന്നെ ആയിരിക്കാം ഈ രണ്ട് രാജ്യങ്ങൾ, അതായത് അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും പരമപ്രധാനമായ ലക്ഷ്യം. ഒപ്പം ഈ മതഭരണകൂടത്തെ പറഞ്ഞു വിട്ടതിന് ശേഷം അവിടെ ഒരു നല്ല സർക്കാരിനെ സ്ഥാപിച്ച് വീണ്ടും ഇറാൻ്റെ പഴയ പ്രതാപകാലത്തേക്ക് അതിനെ കൊണ്ടുവരിക എന്നുള്ളത് തന്നെയാണ് അമേരിക്ക ഇസ്രായേൽ ഉദ്ദേശിക്കുന്നത്. അതിനുവേണ്ടി തന്നെയാണ് അവിടെ ഉണ്ടായ ജനകീയ പ്രക്ഷോഭത്തെയൊക്കെ തന്നെ അന്ന് അമേരിക്ക പൂർണ്ണമായ തോതിൽ പിന്തുണച്ചത്.